സ്ഥാനദാന ചടങ്ങിൽ ഷംസുൽ ഉലമക്ക് കോട്ടും തലപ്പാവും നൽകിക്കൊണ്ട് അബ്ദുൽ ജബ്ബാർ ഹസ്രത്ത് പറഞ്ഞു, നിങ്ങൾ സ്ഥാപനത്തോടുള്ള കടപ്പാട് നിർവഹിക്കുക. നിങ്ങളുടെ സേവനം ഞങ്ങൾക്കിവിടെ ആവശ്യമാണ്. അതെ, അതൊരു അംഗീകാരമായിരുന്നു. അറിവിന്നുറവാം ബാക്കിയാത്തിൽ ഉന്നത ബിരുദം നേടി ഉത്തമരസ്ത്രത്തിൻ തിരുസ്നേഹം വരിച്ചോരാം കേരള നാട്ടിൻ ദീനി നേതൃത്വത്തിനമരത്തെന്ന് ബിദ്അത്തെതിരെ ധീരാഗർജനമെയ്ത്തോരാം തളിപറമ്പെന്ന് നാദി കുറിച്ച് ഘോരപ്രഭാഷണവാഹകരാം ശത്രു നിറയെ വീർ തകർക്കും ശൂരാ ശബ്ദമുടയവരാം തളിപ്പറമ്പെന്ന് നാദി കുറിച്ച ഘോരപ്രഭാഷണവാഹകരാം ശത്രു നിറയെ വീർ തകർക്കും ശൂരാ ശബ്ദമുടയവരാം അറിവിന്നുറവാം ബാക്കിയാത്തിൽ ഉന്നത ബിരുദം നേടി ഉത്തമരസ്ത്രത്തിൻ തിരുസ്നേഹം വരിച്ചോരാം കേരള നാട്ടിൻ ദീനി നേതൃത്വത്തിനമരത്തെന്ന് ബിദ്അത്തെതിരെ ധീരാഗർജനമെയ്ത്തോരാം. 1921 അനൈക്യത്തിന്റെ വിത്തുപാകിയ ബിദഈ ആശയക്കാർ സജീവമായി തുടർന്നു. ഇസ്ലാമിന്റെ പുറംചട്ട അണിഞ്ഞു നിന്ന അഹമ്മദിയ പ്രസ്ഥാനക്കാരും എല്ലാവരും സത്യത്തിനെതിരെ പുറം തിരിഞ്ഞു നിൽക്കുന്ന കാഴ്ച ഇതാണ് ഷംസുൽ ഉലമയുടെ ദൃഷ്ടിയിൽപ്പെടുന്നത്. ഇല്ല, ഒരു നിമിഷവും വൈകിക്കൂടാ. ഷംസുൽ ഉലമയുടെ മനസ്സിൽ ഒരുപാട് കർമ്മ പദ്ധതികൾക്ക് കളമൊരുങ്ങുകയായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഷംസുൽ ഉലമയെ അബ്ദുൽ ഹസീസ് ഹാജി തളിപ്പറമ്പിലേക്ക് മതപ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നത്. ഷൈഖുനായുടെ ആദ്യ കാൽവെപ്പായിരുന്നു അത്. അതോടെ ഷംസുൽ ഉലമ കേരളത്തിന്റെ ഇടിനാദമായി ദിഗന്ധങ്ങളിൽ പ്രതിധ്വനിച്ചു. അങ്ങനെ പാണ്ഡിത്യമേറും അറിവിൻ സാഗരം ഓജാടിച്ച് തുടങ്ങിയേ പാവന പ്രസ്ഥാനം സമസ്ത തന്നിളை സേവനം അവർ തുടങ്ങിയേ 57 സമസ്ത തന്നൂടെ കാര്യദർശിയായി മാറിയേ ആരിഫൗലിയാക്കൾ വാഴും ലോകത്ത് അന്തസ്സായ ശൈഖുന വാഴുന്നേ ശേഷം പ്രവാചകൻ ഹലറത്തിലെത്തുന്നു ഉസ്തുവാനത്ത് ആയിഷ കെട്ടിപ്പിടിക്കുന്നു ജന്നത്ത് ബാക്കിയിൽ ഓതി ദുആ ചെയ്തു ശുഹദാഉൽ ബദറിൻ്റെ അടുക്കൽ മനം പൊട്ടി നാദാ നീ ചേർത്തിടണേ ഇവർക്കൊപ്പം എന്നെയും കൂട്ടിയിടണേ. തുടർന്ന് ശത്രുപാളയങ്ങളിൽ തീപ്പൊരി എന്ന് വിളികൊണ്ടു. ഇതിനിടെയാണ് വെള്ളിമാട് കുന്നിലെ പൗരപ്രധാനി ഐനിക്കാട് മഹ്മൂദിന്റെ മകൾ ഫാത്തിമയെ ഷംസുൽ ഉലമ ജീവിതപാതിയായി സ്വീകരിക്കുന്നത്. ഇരുട്ടിൽ നിന്നും കൂരിരുട്ടിലേക്ക് അത് സഞ്ചാരം നടത്തുമ്പോഴും സമൂഹത്തെ കുറിച്ചുള്ള വ്യാധിയായിരുന്നു മനസ്സ് നിറയെ. 1950 വളാഞ്ചേരിയിലെ സമസ്ത സമ്മേളനത്തിൽ ഷംസുൽ ഉലമ ക്ഷണിക്കപ്പെട്ടു. തുടർന്ന് അങ്ങോട്ട് സമസ്തയുടെ മുഴുസമയ പ്രവർത്തകനായി അദ്ദേഹം നിലകൊണ്ടു. സമസ്തയുടെ എല്ലാ സ്റ്റേജുകളിലും മുഖ്യ പ്രഭാഷകൻ ഷംസുൽ ഉലമ തന്നെയായിരുന്നു. നിർവചനങ്ങൾക്കപ്പുറം ഒരു സമസ്യയായിരുന്നു ഷെയ്ഖുന. അള്ളാഹുവിന്റെയും അവന്റെ ആരിഫുകളുടെയും ലോകത്ത് ആ മഹാൻ വിഹരിച്ചു. ഒരിക്കൽ പ്രവാചക സമീപത്തെത്തിയപ്പോൾ ഉസ്തുവാനുത്തു ആയിഷ എന്ന കൈത്തൂണിൽ മുഖമമർത്തി പൊട്ടിക്കരഞ്ഞു. ജന്നത്ത് ബഖീയിൽ പോലീസിന്റെ നിയന്ത്രണമുണ്ടായിട്ടും സൂറത്ത് യാസീനോദി ദീർഘനേരം ദുആ ചെയ്തു. ഔലിയാക്കളെ സ്നേഹിക്കുകയും അവരോട് ആത്മീയമായി സംവദിക്കുകയും ചെയ്തിരുന്നു ഷെയ്ഖുന. ഒരിക്കൽ ഏർവാടിയിൽ സൈനുൽ ആബിദീൻ എന്നവരുടെ ഖബറിൽ വന്ന് ഫാത്തിഹ ഓതി ദുആ ചെയ്തു മടങ്ങാനുള്ള ഒരുക്കമായിരുന്നു. അപ്പോഴതാ ഖബറിൽ നിന്നും ഒരു ശബ്ദം മുഴങ്ങുന്നു. എൻ്റെ മേലിൽ യാസീനും പ്രാർത്ഥനയൊന്നും ഓതിടാതെ പോകുന്നു എന്നിൽ നിന്നും കേട്ടുടൻ യാസീനോതുന്നു പ്രാർത്ഥിക്കുന്നു ശൈഖുനാദരവോടെന്നും പ്രാർത്ഥിക്കുന്നു. എൻ്റെ മേലിൽ യാസീനും പ്രാർത്ഥനയൊന്നും ഓതിടാതെ പോകുന്നു എന്നിൽ നിന്നും കേട്ടുടൻ യാസീനോതുന്നു പ്രാർത്ഥിക്കുന്നു ശൈഖുനാദരവോടെന്നും പ്രാർത്ഥിക്കുന്നു. ഔലിയാക്കൾ പാർക്കും മക്ബറ ഉള്ളിൽ നിന്നും അസ്സലാമു അലൈക്കും കേട്ട് മടക്കുന്നു. ഔലിയാക്കൾ പാർക്കും മക്ബറ ഉള്ളിൽ നിന്നും
അസ്സലാമു അലൈക്കും കേട്ട് മടക്കുന്നു. അജ്മീർ ഷെയ്ഖിനരികിൽ ചെന്നൊരു കാര്യം ചൊന്ന് മറുപടിയായി പറഞ്ഞ് രസിക്കാൻ മൗലൂദൊന്ന്. എൻ്റെ മേലിൽ യാസീനും പ്രാർത്ഥനയൊന്നും ഓതിടാതെ പോകുന്നു എന്നിൽ നിന്നും. കേട്ടുടൻ യാസീനോതുന്നു പ്രാർത്ഥിക്കുന്നു, ശൈഖുനാദരവോടെന്നും പ്രാർത്ഥിക്കുന്നു. താക്കീതല്ല, ഷെയ്ഖുനായോട് ഒരു പരാതി മാത്രം. നിങ്ങൾ എന്താ എനിക്ക് വേണ്ടി യാസീനോദി ദുആ ചെയ്യാത്തത്? ഉടനെ ശംസുലുലമ യാസീനോദി ദുആ ചെയ്തു. ഏർവാടിയിലെ കാട്ടുപള്ളി മക്ബറയുടെ മുള്ളു നിറഞ്ഞ നടപ്പാതയിലൂടെ നടങ്ങി നീങ്ങിയപ്പോൾ വിനയാന്വിതനായി അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു, കാലിൽ മുള്ളു തറക്കുമെന്ന് ഭയന്നിട്ടാണ് ചെരുപ്പ് ധരിച്ചിരിക്കുന്നത്. എന്തൊരു വിനയം, ആത്മാർത്ഥത! ചിലപ്പോൾ ശംസുലുലമ ഖബറിൽ നിന്നും സലാം ശ്രവിച്ചു. അപ്പോഴെല്ലാം പതുക്കെ മൊഴിഞ്ഞു, വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹ്. അജ്മീരിലെ ഷെയ്ഖ് മൊയ്നുദ്ദീൻ ചിശ്തിയോട് മഹാനവറുകൾ പ്രത്യേക ആവശ്യം ഉണർത്തിച്ചു. മറുപടി മറ്റൊരു വഴിയിലൂടെയായിരുന്നു, നിങ്ങൾ എന്റെ പേരിൽ ഒരു മൗലിദ് രചിക്കുക. ആ സുപ്രസിദ്ധ മദ്ഹ് കീർത്തനത്തിന് പിന്നിലെ കഥ ഇതായിരുന്നു. നിശയുടെ ഭക്തിയാമങ്ങളിൽ അദ്ദേഹം ജിന്നുകൾക്ക് ദർസ് നടത്തി. തന്റെ പ്രിയ ശിഷ്യർക്ക് ഉറക്കത്തിൽ ഔറാദുകൾക്ക് നിർദ്ദേശം നൽകി. നയനങ്ങളിൽ ഈമാൻ തുടികൊട്ടി, അധരങ്ങളിൽ ദിക്റ് ദായിമായി. 1000 ഇഴകളുള്ള തസ്ബീഹ് മാല കൈകളിൽ ചലിച്ചുകൊണ്ടിരുന്നു. അംഗസ്നാനം ചെയ്ത് നല്ല വസ്ത്രങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ അണിയായിരുന്നു. ബുഹാരിയുടെ ക്ലാസ്സാണ്, പ്രത്യേക ശ്രദ്ധ വേണമെന്ന് പറയേണ്ടതില്ലല്ലോ. അതെ, കണ്ണാട്ടിപ്പുഴയിലെ നീരുറവ പോലെ അനിഷേധ്യം കിനിഞ്ഞിറങ്ങുന്ന ആ ദിവ്യ വചസ്സുകൾക്ക് അവർ കാതോർക്കുകയായിരുന്നു. പൂർണ്ണചന്ദ്രനുദിച്ചതുപോലെ പൂനിലാവിൻ ശോഭയുമാലെ പൗർണമി ബുഹാരി ക്ലാസിൽ തേജസാകുന്നേ, ശംസുൽ ഉലമ പോകുന്നേ. തേജസാകുന്നേ, ശംസുൽ ഉലമ പോകുന്നേ. ഉത്തരാധുനികതയുടെ വിളി കേൾക്കാൻ മനസ്സ് വെമ്പി വിതുമ്പി. ശത്രുപാളയം സജീവമാണ്. മുസ്ലിം സമൂഹത്തെ നിഗ്രഹിക്കാൻ ഇസ്ലാമിന്റെ ശത്രുക്കൾ നവനവങ്ങളായ സമരമുറകൾ പ്രയോഗിക്കുന്നു. ഈ ഭീകരരംഗം ഏതൊരു ദീനി സ്നേഹിയെയാണ് തളർത്താതിരിക്കുക? ഒറ്റയ്ക്കിരുന്നപ്പോഴെല്ലാം അദ്ദേഹം ചിന്തയിലാണ്ടു. ആ പണ്ഡിത സുഹൃത്തുക്കളോട് ചിന്തകൾ പങ്കുവെക്കാൻ മറന്നില്ല. ആധുനിക യുഗത്തിന് ആവശ്യമായ കുറച്ച് പണ്ഡിതരെയെങ്കിലും സൃഷ്ടിക്കാമായിരുന്നു. പക്ഷെ അതിന് പറ്റിയവരെവിടെ? CH ഹൈദ്രോസ് മുസ്ലിയാരോട് അദ്ദേഹം ചോദിച്ചു. പിന്നീടാണ് പരമ്പരാഗത വിദ്യാഭ്യാസ രീതികളിൽ നിന്നും വ്യതിരിക്തമായി ഒരു ചിന്താമാറ്റം പോലെ SMFന് കീഴിൽ ദാറുൽ ഹുദ ഇസ്ലാമിക് അക്കാദമി രൂപം കൊള്ളുന്നത്. ബഷീർ മുസ്ലിയാരും ഷംസുലുലമയും ഹൈദ്രോസ് മുസ്ലിയാരും ഇതിന് പിന്നിലെ മസ്തിഷ്കങ്ങളായിരുന്നു. ദാറുൽ ഹുദയിലെ ആദ്യ പാഠം ചൊല്ലിക്കൊടുത്തതും ഈ ദീർഘദർശി തന്നെ. അങ്ങനെയിരിക്കുമ്പോൾ ഗ്രാമങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിലേക്ക് ഖാദിയാനിസം പടർന്നു കയറുകയാണ്. വിശ്വാസികളുടെ മനസ്സിൽ സംശയത്തിന്റെ വിത്ത് വിതറി മിഷനറി പ്രവർത്തകർ പദ്ധതികൾ ഊർജിതമാക്കിക്കൊണ്ടിരിക്കുന്നു. ബദർ പാട്ടിന്റെയും നഫീസത്ത് മാലയുടെയും മങ്കൂസ് മൗലൂദിന്റെയും സംഗീത ഭദ്രമായ ഈരടികൾ ഇനി അസ്തമിക്കുകയാണോ? ഉലവാവും ഉമറാവും ഒന്നിച്ചിരുന്നു, എന്താണീ മാർഗം ശർറ് തടുക്കാൻ? സത്യത്തെ കാട്ടിക്കൊടുത്തില്ല എങ്കിൽ സത്യം മരിക്കൂലേ, ഇവിടെ നിത്യ ജയിക്കൂലേ. ശംസുൽ ഉലമ അതിനായിറങ്ങി, വാക്കുകൾ കൂരമ്പായി പെയ്ത് തുടങ്ങി. ഇസത്തിൻ്റെ പൊള്ളത്തരങ്ങൾ പൊളിച്ചു കാട്ടിക്കൊടുത്തീലേ, അവരെ കാറ്റിൽ പറത്തീലേ. ഉമറാക്കളും ഉലമാക്കളും ഭയപ്പെട്ടു. അവർ കുറ്റിച്ചിറയിൽ ഒത്തുകൂടി. ഇനി എന്ത്? സമൂഹത്തിന് ഉത്ബോധനം നൽകാൻ നമുക്ക് എന്താണ് ചെയ്യാനാവുക? അതെ, ശംസുലുലമ കുറ്റിച്ചിറയിലും എത്തി. അവിടെ ജനം സാഗരമായി. ആളുകളുടെ ശക്തമായ കുത്തൊഴുക്ക്. സദസ്സ് വീർപ്പ് മുട്ടി. അണികളിൽ ആവേശം പകർന്നു. യുവ പണ്ഡിതന്റെ പ്രഭാഷണം തുടർന്നു. നയാഗ്ര വെള്ളച്ചാട്ടം പോലെ ആ പ്രഭാഷകന്റെ വാക്കുകൾ ഒഴുകി.
ഖാദിയാനിസത്തിന്റെ തുണിയുരിഞ്ഞ വികൃതമായ നഗ്നമേനി സദസ്സിന് മുന്നിൽ തുറന്നു കാട്ടി. അവരുടെ ഉന്നത നേതാവ് മിർസാം ഗുലാം അഹമ്മദ് ഖാദിയാനി തന്റെ പ്രിയ കാമുകിക്ക് അയച്ച പ്രേമക്കത്ത് ഇംഗ്ലീഷ് ഭാഷയിൽ അതിന്റെ ശൃംഗാര ചുവയും കാമാസക്തിയും അശ്ലീലതയും ചുവർന്നു പോകാതെ സദസ്സിനു മുന്നിൽ ഉറക്കെ വായിച്ചു. കൈകൾ സദസ്സിന് നേരെ നീട്ടിക്കൊണ്ട് അദ്ദേഹം ചോദിച്ചു, ഇയാളെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? ഈ കാമ പിശാചാണോ നിങ്ങളുടെ രക്ഷകൻ? സദസ്സ് തക്ബീർ മുഴക്കി. അതെ, കാലത്തിന്റെ അനിവാര്യതയായിരുന്നു ആ മഹജ്ജീവിതം. ഇരുതല മൂർച്ചയുള്ള പടവാളായി അദ്ദേഹം ശത്രുപാളയങ്ങളിൽ ഇതിഹാസം രചിച്ചു. അണികളിൽ ആശ്വാസത്തിന്റെ കുളിർക്കാറ്റായി, ധർമ്മത്തിന്റെ കാവലാളായി, സ്നേഹത്തിന്റെ സാന്ത്വനമായി. ഖാദിയാനിസത്തിന് കൂടുതൽ വേരോട്ടം കിട്ടാതെ പോയത് ഈ അനന്തമായ പാണ്ഡിത്യം കൊണ്ട് മാത്രമായിരുന്നു. വാർദ്ധക്യ സഹജമായ സാഹചര്യത്തിലും ഒരു യുവാവിന്റെ വീര്യവും ആർജവവും ഉള്ളിലൊതുക്കി അതാ ഒരു സാമൂഹ്യ പ്രവർത്തകൻ ഗ്രാമങ്ങളിലൂടെ നടന്നു പോകുന്നു. കൂനിയുള്ള ആ നടത്തത്തിനും ഒരു ഗാംഭീര്യം ഉണ്ടായിരുന്നു. താഴേണ്ടടുത്ത് അദ്ദേഹം ആവോളം താഴ്ന്നു. അള്ളാഹു ബഹുമാനിച്ചവരെ ബഹുമാനിച്ചു. പ്രഭാഷണ വേദികളിൽ കയറി നിന്ന് അദ്ദേഹം നിസ്സംഗജം പ്രവചിച്ചു. സമസ്ത ഔലിയാക്കളുടെയും ആരിഫീങ്ങളുടെയും പാർട്ടിയാണ്. ലക്ഷക്കണക്കിന് ഔലിയാക്കൾ ഇന്ന് സമസ്തയിലുണ്ട്. സമസ്തയുടെ സ്റ്റേജിൽ ഞാൻ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ എന്നെ തകർക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്ത്യയിലെ ഓരോ മണൽത്തരിയെയും ത്രസിപ്പിച്ച് ശരീഅത്ത് വിവാദം ചൂടുപിടിച്ച നാളുകൾ. മുസ്ലിം സമൂഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ശരീഅത്തിനെതിരെ ഭരണകൂടം അജ്ഞരെ കൂട്ടുപിടിച്ചിരിക്കുന്നു. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഒന്നാകെ ഇളകി മറിയുകയായിരുന്നു. പവിത്രം ശരീഅത്തിനെതിരെ തുള്ളി പറയാം നമുക്കാ സംഭവത്തിൻ കള്ളി. മുസ്ലിം സമുദായം ഒരുമിച്ചെന്ന് എതിരിൽ പൊരുതുവാനുറച്ചു അന്ന്. ശംസുൽ ഉലമ മുൻനിരയിൽ നിന്ന് പൊരുതി അവർക്കെതിരെ പ്രസംഗം കൊണ്ട്. ശംസുൽ ഉലമ മുൻനിരയിൽ നിന്ന് പൊരുതി അവർക്കെതിരെ പ്രസംഗം കൊണ്ട്. രാജ്യം വലുതാണ് മുസൽമാനെങ്കിൽ അതിലും വലുതാണ് ശരീഅത്തെന്ന്. മതകീയ ആദർശങ്ങൾക്കും വിശ്വാസ സംഹിതകൾക്കുമെതിരെ അവർ പൊരുതി. ഉത്തരേന്ത്യയിൽ നിന്നും നേതാക്കൾ കേരളത്തിലെത്തി. അവർ മുതലക്കുളം മൈതാനിയിൽ ഒത്തുകൂടി. ശംസുൽ ഉലമ അവർക്ക് നേതാവായി. ശരീഅത്തിനോട് മത്സരിക്കാൻ വരുന്നവരെ ഞങ്ങൾ നേരിടും. ഇത് കാണുവാനുള്ള കണ്ണും കേൾക്കുവാനുള്ള കാതും മനസ്സിലാക്കുവാനുള്ള ബുദ്ധിയും ഈ രാജ്യത്തിലെ ഭരണകൂടത്തിനുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതിനിടയിൽ സമസ്തയെ കേസിൽ കുടുക്കിയവരുണ്ട്. ശംസുൽ ഉലമയെ കോടതി കയറ്റിയവരുമുണ്ട്. എന്നാൽ വെല്ലുവിളികളെയെല്ലാം പുഞ്ചിരിയോടെ അവിടെ നിന്ന് നേരിട്ടു. നന്മയെ മാത്രം വരിച്ച ആ സ്വാത്വികൻ ആരെ ഭയപ്പെടണം? ഏകനായ ഇലാഹിനെ മാത്രം. തളരാത്ത പാദം വിറച്ചിടാതെ പതറാതെ ദീനിൻ പവിത്രതക്കായി ശംസുൽ ഉലമ നേരിടാനായി കോടതി പടികൾ കയറിയെന്ന്. ഒരിക്കൽ കോടതിയിൽ ഒരു രസകരമായ സംഭവം അരങ്ങേറി. സാധാരണ ശംസുൽ ഉലമ കയ്യിൽ കരുതാറുള്ള കുടയുമായാണ് അന്ന് കോടതിയിലെത്തിയത്. കോടതിയിലെത്തിയ അദ്ദേഹത്തോട് ജഡ്ജി പറഞ്ഞു, മിസ്റ്റർ അബൂബക്കർ, ആ കുട നിങ്ങൾ പുറത്തു വെക്കണം. അങ്ങനെ ശൈഖുന ആ കുടയെടുത്ത് തന്റെ പുറത്തു വെച്ചു. മറ്റൊരു സംഭവം, കോടതിയിൽ കയറിയ അദ്ദേഹത്തോട് ഒരു അമുസ്ലിമായ ജഡ്ജി ചോദിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ആകുമോ? ഇല്ല. എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ആകില്ലേ? ഇല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ആകില്ല എന്നാണോ അബൂബക്കർ നിങ്ങളുടെ വാദം? അതെ. എന്നിട്ട് അദ്ദേഹം ജഡ്ജിയോട് ചോദിച്ചു, ആ അമുസ്ലിമായ ജഡ്ജിയോട് ചോദിച്ചു, നിങ്ങൾ ഇപ്പോൾ 3 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞില്ലേ, എന്നിട്ട് നിങ്ങൾ മുസ്ലിമായോ? ഈ യുക്തി ചിന്ത എത്ര ഭദ്രം!
മഞ്ചേരി നെഞ്ചിൽ ദീനിൻ പ്രഭ ചൊരിഞ്ഞെന്ന് ഒരു ദീപം മർക്കസിൽ ബിഷറയും നിഷ്പ്രഭമാക്കിയല്ലോ പൊൻദീപം.